Hi friends, welcome back to Aadis Galaxy. ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു വേണ്ടി ഞാൻ ഈ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കതിൽ ഒരു ബേസ് കോട്ട് കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ ഈ ബേൺ സിയന കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഒരു കോട്ട് പെയിൻറ്റിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഒരു സെക്കൻഡ് കോട്ടും കൂടെ അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഈ ഒരു ക്രീം കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബൊഹോ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഇത് ബൊഹേമിയൻ റീജിയനിലുള്ള ജിപ്സി സ്റ്റൈലിലുള്ള ജീവിക്കുന്ന ആളുകൾ ചെയ്യുന്നൊരു ആർട്ടാണിത്. അപ്പോൾ നമുക്ക് ഓരോ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇതുപോലെ ഡിസൈൻസ് കൊടുക്കാം. നമ്മൾ റൗണ്ടിൽ കൊടുക്കണം എന്നൊന്നുമില്ല, ഏത് ഷേപ്പിലും ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിടാം. ഇനി നമുക്ക് മജന്ത കളർ വെച്ചിട്ട് അടുത്ത റൗണ്ട് ചെയ്തിടാം. ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ 2 കോട്ടെങ്കിലും പെയിൻറ്റ് അപ്ലൈ ചെയ്യണം കേട്ടോ, എന്നാലേ കുറച്ചും കൂടെ കളറായിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ അതാ നമ്മൾ എല്ലാ കളേഴ്സും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയി. ഇനി ചെയ്യേണ്ടത് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കലാണ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന് വേണ്ടി തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ, എന്നാലേ ലൈനൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ടും ചെയ്യാം. എനിക്ക് തോന്നുന്നു അത് ഇടയ്ക്ക് വെച്ച് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു. അപ്പോൾ പറ്റുന്നവർ ഈ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കാം.
ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഒരു ഡിസൈൻ കൊടുത്തു. ഇനി അതിനപ്പുറത്തെ സൈഡിൽ ഇതുപോലൊരു ലീവ്സാണ് വരച്ചെടുക്കുന്നത്. ഈ ബൊഹോ ആർട്ടിലെ ഡിസൈൻ എല്ലാം ഏകദേശം ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഞാനിവിടെ പെർമനൻറ്റ് മാർക്കറാണ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് ബ്രഷ് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ശരിക്കും സിമ്പിളായിട്ടുള്ളൊരു ആർട്ട് തന്നെയാണ് ഈ ബൊഹോ ആർട്ട് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് ഇതിൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ബോട്ടിലിൻ്റെ എല്ലാ സൈഡിലുമായിട്ട് ഡിസൈൻസ് കൊടുത്തിടാം. ഒരുപാടായിട്ട് അങ്ങോട്ട് ഡിസൈൻ നിറയ്ക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാകുമ്പോൾ അത്ര ഒരു വൃത്തി കാണില്ല. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണം. ആ ഒരു നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത ഒരു കളേഴ്സൊക്കെ കുറച്ചൊന്ന് കാണണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ഇപ്പോൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനൊരു 2 കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ വർക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ആർട്ടാണിത്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.